ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വരാത്ത ആദിനെ കാണാം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് കേട്ടോ ആ ഒരു ഇവന്റിൽ പങ്കെടുത്തത്. ആ സമയത്ത് ആദ്യമാണെങ്കിൽ മഹേഷിനെ കണ്ടതോ ഒരു പുച്ഛഭാവം, താൻ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത് എന്നൊരു രീതിയിലാണ് മഹേഷ് പറഞ്ഞിട്ട്, മോനെന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ടും അതുപോലെ തന്നെ കോഫി ഹൗസ് വെച്ചിട്ടൊന്നും ഇങ്ങനെ നല്ലല്ലോ മോൻ സംസാരിച്ചത്. ഞാനോ? താൻ എന്തൊക്കെ വട്ടായി പറയണത്? ഞാൻ തന്റെ അടുത്ത് ടെക്സ്റ്റൈൽസിൽ സംസാരിച്ചെന്നോ? എന്നിവിടെ കോഫി ഹൗസിൽ തന്റെ കൂടെ കോഫി കുടിച്ചെന്നോ? ഒരിക്കലല്ല, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയാണ്. മഹേഷിനാകെ ഷോക്ക് പോലെ ആവാണ്. ഇവനെന്താ ഇങ്ങനത്തെ സ്വഭാവം? ഇന്നൊരാളാണെങ്കിൽ നാളെ വേറൊരാളാവാണല്ലോ. ചിലപ്പോ ആ ആകാശും രചനയും കൂടെ ഉണ്ടാവും. അതാ എന്റെ മോൻ എന്നോട് സ്നേഹം കാണിക്കാത്തത്. സാരില്ല, അവൻ ഒറ്റക്ക് കാണുമ്പോ സംസാരിക്കാം. ഇപ്പൊ ഇവിടെ ഇത്രയും പേരുണ്ട്, ആ കൂട്ടത്തിൽ ആകാശും രചനയുണ്ട്. അതുകൊണ്ട് തന്നെയാ എന്റെ മോൻ എന്നോട് അടുപ്പം കാണിക്കാത്തത്. കുഴപ്പമില്ല, അവൻ ഒറ്റക്ക് കിട്ടുമല്ലോ, അപ്പൊ അവനോട് സംസാരിക്കാം എന്ന് മഹേഷ് വിചാരിക്കാട്ടോ. അതേസമയം ആ ഒരു ഇവന്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുവാണ് നമ്മുടെ ഇഷിതയും അതുപോലത്തെ ചിപ്പിയും കൂടിയിട്ട്. ഇഷിത കണെങ്കിൽ അമ്പോ ഇത് അടിപൊളി ഇവന്റ് ആണല്ലോ എന്ന് പറയുമ്പോ ചിപ്പി പറയണ്ട, നമ്മുടെ സുജിമോളുടെ ഫസ്റ്റ് പ്രൊജക്ട് അല്ലേ, എന്തായാലും കാണുമ്പോ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. അതെ അതെ, വാ നമുക്ക് അകത്തൊക്കെ കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സുചിത്ര മുമ്പിൽ തന്നെ കേട്ടോ. ഇഷിതേച്ചി വന്നു. ചിപ്പി മോളെ എങ്ങനെയുണ്ട് ആദ്യത്തെ പ്രൊജക്ട്? പറയാൻ പറ്റില്ല, അത്ര സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി സുജിമോളെ. ആഹാ, കൊള്ളാലോ. എന്ന് രണ്ടുപേരും വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചേ എന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാണ്. രണ്ടുപേരും അത് കുടിക്കുന്നുണ്ട്. എല്ലാം ഒരുപാട് പേര് വന്നിട്ടുണ്ടോ? ഒത്തിരി പേരുണ്ട് ചേച്ചി എന്ന് പറയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സുചിത്ര, ഞങ്ങൾ ആദ്യം ഇവിടേക്ക് നടന്നു കാണട്ടെ, അതിനുശേഷം അകത്ത് കയറാം. ശരി എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ നിഷിതയും കൂടി അവിടേക്ക് മുമ്പിലെ ആ ഗ്രൗണ്ടും അതുപോലെ തന്നെ അവിടുത്തെ പൂന്തോട്ടവും അതുപോലെ തന്നെ അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പൊ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ചിപ്പി അവിടെ പാർക്കിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആദി അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് ഇഷിത നോക്കുമ്പോഴേക്കും ആദിനെ കാണുന്നുണ്ട്. ഇത് ഇത് ഇഷാദാണോ എന്ന രീതിയിൽ നമ്മുടെ ഇഷിത ഒന്നുകൂടി ശരിക്കും നോക്കുന്നുണ്ട്. അതെ, ഇതെന്റെ ഇഷാദ് തന്നെയാ എന്ന് പറഞ്ഞ ഇഷിത കഴിഞ്ഞ സന്തോഷം കൊണ്ട് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. ഓടി ആദ്യം അടുത്തേക്ക് പോണ്. മോനെ മോനെ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആരാ എന്ന് ഇഷാദ് ചോദിക്കാണ്. മോനെ ഞാൻ. അപ്പോഴേക്കും ഇഷിതക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ആദിക്ക് ഓർമ്മ കിട്ടാത്ത, അതായത് ഓർമ്മശക്തി നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ ഇഷാദായത്. പക്ഷെ ഇപ്പൊ വേറെ ഏതോ പേരിൽ തന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ലെന്ന് ഇഷിതക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇഷിത പറയുന്നുണ്ട്, മോനെ ഞാനൊരു ഡോക്ടറാണ്. മോൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നോ? അന്ന് മോന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഒരാഴ്ച ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് മോൻ കിടന്നത്. അന്ന് മോന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കോ ഇഷാദ് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതെ, മോന് ഓർമ്മ വന്നപ്പോ ഒരു ഹോസ്പിറ്റലായിരുന്നില്ലേ, അവിടെ നിന്ന് മോന് ഓടിപ്പോയതല്ലേ? ഓർമ്മയുണ്ട് എന്ന് പറയാണ്. അന്ന് മോനെ ചികിത്സിച്ചത് ഞാനാണ്. ഓ, അതിന് നിങ്ങളിപ്പോ എന്തിനാ എന്നെ കണ്ടിട്ട് വന്നത്? ഓ, ചികിത്സിച്ചതിന്റെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? മോനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊക്കെ പോട്ടെ, മോന്റെ ശരിക്കുള്ള പേരെന്താന്ന് ചോദിക്കുക. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. അപ്പൊ ഈ ഒരു കാഴ്ച മുകളിൽ നിന്നിട്ട് നമ്മുടെ രചന കാണുന്നുണ്ട്. ഇവളെന്താ ഈ ആദ്യത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവള് സത്യങ്ങളെങ്ങാനും മനസ്സിലായോ എന്ന് രചനയ്ക്ക് ഒരു സംശയം തോന്നാണ്. രചന അപ്പൊ തന്നെ ആകാശിനെ വിളിക്കുന്നുണ്ട്. ആകാശ്, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താടോ? ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ എന്ന് പറയാണ്. നോക്കുമ്പോ നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ആദ്യം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ഇവരെന്താ ഇങ്ങനെ പരിചയം? ഇവർക്ക് എന്താ നേരത്തെ പരിചയമുള്ള പോലെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല. അവൾക്കിനി സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവോ? മഹേഷിന്റെ മകനാണെന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ? അതൊരിക്കലും മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലേ എപ്പോഴേ മഹേഷിനെ അവൾ ഡിവേഴ്സ് ചെയ്താന്. നമുക്ക് നോക്കാം, എന്നാലും ആദ്യം ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ ആദ്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്കിളെ, മോൻ എവിടെയാ? ഞാൻ പുറത്തുണ്ട് അങ്കിളെ, അകത്തേക്ക് കയറി വാ എന്ന് പറയാണ്. അങ്ങനെ ആദ്യം അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കോ നമ്മുടെ ആകാശ് പറയണ്ട, അല്ല മോൻ ഇത് എവിടെയായിരുന്നു? ഞാൻ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അല്ല, മോനോടൊരു ലേഡി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ സംസാരിച്ചത്? അവരെന്തൊക്കെ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ മോന് ആ സ്ത്രീ ആരാന്ന് മനസ്സിലായോ? ഇല്ല, ഞാൻ അവരെ ആദ്യമായിട്ടാ കാണുന്നത്. അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അവർക്ക് എന്തോ പരിചയമുള്ള പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാ മോൻ മനസ്സിലാക്കണം, ആ സ്ത്രീ ഉണ്ടല്ലോ, അവരാണ് ഡോക്ടർ ഇഷിത. ഡോക്ടർ ഇഷിത? അതെ. മോൻ ഓർമ്മയില്ലേ ഇപ്പോ ആരാണെന്ന്? മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ചന്ദ്രന്റെ രണ്ടാമത്തെ വൈഫ്, എന്റെ എനിമി അല്ലേ? അതെ, അവര് തന്നെയാ അത്. ഓ, അവരായിരുന്നല്ലേ അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം ശരിക്കും ഇഷിതനെ ഒന്ന് നോക്കുക കേട്ടോ. ഇഷിതക്ക് വലത്തെ ഫീൽ ആവുന്നുണ്ട്, കാരണം ആദ്യം അങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ ആലോചിച്ചിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവന് ഓർമ്മ ഇല്ലാത്ത സമയത്തല്ലേ താൻ സ്നേഹിച്ചത്. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇഷിത സമാധാനത്തോടെ ഇങ്ങനെ പോകുവാണ്. ആ സമയത്താണ് നമ്മുടെ ആദ്യം വീണ്ടും നിലത്തേക്ക് വരുമ്പോഴേക്കും മഹേഷ് പുറത്തേക്ക് ഇറങ്ങണം ആദ്യത്തെ രഹസ്യമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ അടുത്തേക്ക് മഹേഷ് പോകുന്നുണ്ട്. ആദി
എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓ തന്റെ ഒരു കാര്യം താൻ പിന്നെയും വന്നോ? നോക്ക് നീ എന്നോട് നേരത്തെ എന്താ ദേഷ്യത്തിൽ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആകാശും രചനയും പുറകിലുള്ളത് കൊണ്ടിട്ടായിരുന്നല്ലേ? നോക്ക് ഇപ്പൊ ഇവിടെ ആരുമില്ല, എന്റെ മോനെ കാണാൻ വേണ്ടി മാത്രം അച്ഛൻ വന്നത്. അതിനെനിക്ക് തന്നെ കാണണ്ടെങ്കിലോ? ആദി നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണത്? താൻ എന്നെ വിട്ടേടോ എന്ന് പറഞ്ഞിട്ട് മേത്ത് കൈ പിടിച്ച ആ മഹേഷിന്റെ കൈ പിടിച്ച് തള്ളുവാട്ടോ ആദി. ആ സമയത്താണ് ഇഷിത കാഴ്ച പെട്ടെന്ന് കാണുന്നത്. ആദ്യം അതുപോലെ തന്നെ മഹേഷ് സംസാരിക്കണത്. ഇഷാദും മഹേഷും തമ്മിൽ എന്താ സംസാരിക്കണത്? ഇനി ഇഷാദിന്റെ ഫോട്ടോ ഞാൻ മഹേഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലെങ്ങാനും, അല്ലാതെ ഇവർക്ക് എന്ത് ബന്ധം ഉള്ളത്? എന്തായാലും മഹേഷിനോട് ചോദിച്ചു തന്നെ കാര്യം എന്നൊക്കെ വിചാരിക്കുമ്പോ തന്നെ സുചിത്ര അടുത്തേക്ക് വരണ്ട ഇഷിതയുടെ. ചേച്ചി ചിപ്പി ഇവിടെ ഇരിക്കുകയാണോ? വാ അകത്തേക്ക് വാന്ന് പറയാണ്. അല്ല സുജി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ചേച്ചി? ഞാനിവിടെ വെച്ച് ഇഷാദിനെ കണ്ടിരുന്നു. ഇഷാദിനെയോ? അതെ, ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ ഈ ഇവന്റിൽ എന്തിനു പങ്കെടുക്കുന്നുണ്ടോ? ആരുടെങ്കിലും മകനായിരിക്കും, ഏതെങ്കിലും സിഇഒയുടെ മകനായിരിക്കും. ചേച്ചി 10 വയസ്സുള്ള ഒരുപാട് പയ്യന്മാരുണ്ട്, അതിൽ ആരാണ് ഇഷാദ് എന്ന് അറിയില്ലല്ലോ. പിന്നെ അവരുടെ ഒറിജിനൽ പേര് ഇഷാദ് എന്ന് ആയിരിക്കില്ലല്ലോ ചേച്ചി. അതെ, അതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയാണ്. സുചിത്ര പറയണ്ട് തീർച്ചയായിട്ടും ചേച്ചി ഞാൻ അതെന്തായാലും അന്വേഷിക്കാന്ന് പറയാണ്. അങ്ങനെ സുചിത്ര അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ഈ ആൺകൊച്ചും തമ്മിൽ സംസാരിക്കണത്. അത് മാത്രല്ല ഈ ആൺകുട്ടിയും അതുപോലെ തന്നെ രചനയും ആകാശം ഇറങ്ങി വരുന്ന ഭാഗവും നമ്മുടെ സുചിത്ര കണ്ടത് കൊണ്ട് തന്നെ സുചിത്രയ്ക്ക് ഒരു സംശയം തോന്നുവാണ്. ഇനി ആകാശിന്റെ രചനയുടെയും ആരെങ്കിലും ആണ് ഈ കുട്ടി തന്നെയാണോ ചേച്ചി അന്വേഷിക്കുന്ന ആ ഇഷാദ് എന്നൊക്കെ ഒരു സംശയം സുചിത്രക്ക് തോന്നുവാണ്. അതുകൊണ്ട് തന്നെ സുചിത്ര പറയുന്നുണ്ട് ഇഷിതടുത്ത്, ചേച്ചി പറഞ്ഞ ആ ഒരു 10 വയസ്സുള്ള ചെക്കനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എനിക്ക് തോന്നുന്നു ആ പയ്യൻ ആകാശിന്റെ ഏതോ റിലേറ്റീവ് ആവാനേ വഴിയുള്ളൂ. ആകാശിന്റെ രചനയുടെയും കൂടെ അവൻ വന്നത് എന്ന് പറയാണ്. അവരുടെ കൂടെയോ? അവരുടെ ആരാ പയ്യൻ? അതൊന്നും അറിയില്ല ചേച്ചി, അവരുടെ കൂടെയാ വന്നത്. പക്ഷെ ആ പയ്യനും മഹേഷും തമ്മിൽ എന്തോ ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയോ എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ സുജി? ഉണ്ട് ചേച്ചി, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണമല്ലോ സുചിത്ര, അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം ചേച്ചി എന്നൊക്കെ പറയാണ്. ശേഷം നമ്മുടെ മഹേഷ് ഇഷിതനെ കാണുന്നുണ്ട് അവിടെ വെച്ചിട്ട്. താൻ ഇങ്ങോട്ടേക്ക് വന്നോ? അതെ, സുചിത്രയുടെ പ്രൊജക്ട് നടക്കുവാണല്ലോ ഇന്ന്. പിന്നെ അവള് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇവിടെ വരാന്ന് ചോദിച്ചു. അല്ല മഹേഷ്, ഞാൻ പറഞ്ഞില്ല എന്തൊരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന്, അത് ഇതാണ് എന്ന് പറയാണ്. ഓ ഇതായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സംസാരിക്കാട്ടോ. ശേഷം ഇഷിത ചോദിക്കുന്നുണ്ട്, അല്ല മഹേഷ് നേരത്തെ ഒരു കുട്ടിയുടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്ത് ബന്ധോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മഹേഷിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാട്ടോ. അവര് തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിതേനെ മുഖത്തടിക്കാൻ വേണ്ടി മഹേഷ് കൈ ഓങ്ങുന്ന ഭാഗം പ്രൊമോയിലുണ്ട്. അത് കഴിയുമ്പോഴേക്കും അവർ കൂട്ടായി സംസാരിക്കുന്നുണ്ട്. എന്തോ വലിയൊരു രഹസ്യം തന്നെ ഇഷിത കണ്ടുപിടിക്കുന്നതാണ് പ്രൊമോയില് കാണിച്ചത്. ഇഷിത മഹേഷിന്റെയും അതുപോലെ തന്നെ ആദിയുടെയും ബന്ധം കണ്ടുപിടിച്ചതാണ് പ്രൊമോയില് എഴുതി കാണിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊന്നും. ജസ്റ്റ് ഇങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. എന്തായാലും ഇഷിത തന്നെ ഈ കാര്യം കണ്ടുപിടിക്കും. മഹേഷിന്റെ രചനയുടെ ആദ്യ മകനാണ് ആദി എന്ന്. അത് കണ്ടുപിടിച്ച ഒരിക്കലും ഇഷിത മഹേഷിന്റെ പിണങ്ങോന്നൊന്നും തോന്നുന്നില്ല. ഒരു ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടാവും, വലിയ പിണക്കമൊന്നുമില്ല, ചെറിയ പിണക്കമൊക്കെ ഉണ്ടാവും. പിന്നെ ആദിനെയും കൂടി സ്വന്തമാക്കാൻ വേണ്ടി ഇഷിത തീരുമാനിക്കും. കാരണം തന്റെ ഇഷാദാണല്ലോ ആദി. ആ ഒരു ചെറിയൊരു ഇഷ്ടം നമ്മുടെ ഇഷിതയ്ക്ക് ഉണ്ട്. പക്ഷെ ആദ്യം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആദ്യക്ക് ഈ സീരിയല് ഒരുപാട് നാള് പോയി കഴിഞ്ഞാലും ആദ്യക്ക് ഇഷിതടുത്തുള്ള വെറുപ്പും ദേഷ്യവും മാറില്ല, അടങ്ങൂല. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ആദിയുടെ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.